ചൈന ഇൻലാൻഡ് മിഷൻ, ഹഡ്സൺ ടൈലർ ആരംഭിച്ച സുവിശേഷ സംഘടന, അവരുടെ ഹുനൻ പ്രോവിൻസിൽ, ചൈനയിലെ ഹുനൻ മേഖലയിൽ 1950s അവിടെ മിഷണറീസ് ആയിരുന്ന ജെയിംസ് ആൻഡ് എമ്മ മോറിസൺ, അവരുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. അത് ഈ വേലയുടെ വാർത്താ നുറുങ്ങുകൾ, മിഷൻ നഗറ്റ്സ്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1956 ജെയിംസ് ആൻഡ് എമ്മ മോറിസണും പിന്നെ അവരുടെ 2 വയസ്സ് പ്രായമുള്ള മകളും, അവർ താമസിച്ച ആ പ്രദേശം ഒരു കാട്ടുപ്രദേശത്തിൻ്റെ അടുത്തൊക്കെയാണ്. ഫോറസ്റ്റ് പ്രോക്സിമിറ്റി ഉണ്ട്, ഗാർഡൻസ്, ഫ്രൂട്ട് ട്രീസ്, അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മരങ്ങളിലും മലമടക്കുകൾ, ക്ലിഫ്സ് ആൻഡ് ട്രീസ്, ഒത്തിരി തേനീച്ചകൾ, ബീ ഹൈവ്സ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് രാത്രി ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ബൗൺസിങ് ആൻഡ് ബസ്സിങ്, കുറേ തേനീച്ച ഇങ്ങോട്ട് വന്ന് വീടിനകത്ത് വലിയ അസ്വസ്ഥതയാണ്. അവർ പല രീതികൾ നോക്കി. മൊസ്കിറ്റോ നെറ്റുകളൊക്കെ വാതിലിലും ജനലിലും ഒക്കെ അത് ക്രമീകരിച്ച് നോക്കി. പിന്നെ മൊസ്കിറ്റോ നെറ്റ് തന്നെ ഈ ചില പോയിസൺ അതിനകത്ത് മുക്കി ഉണങ്ങി, ഇംപ്രഗ്നേറ്റഡ് നെറ്റ് എന്നൊക്കെ പറയല്ലേ, മലേറിയയൊക്കെ തടയാൻ മിഷൻ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്ന രീതി, അതൊക്കെ അവർ നോക്കി. രക്ഷയില്ല. അവർ ഇംഗ്ലണ്ടിലോട്ട് പ്രയർ ലെറ്ററൊക്കെ എഴുതി. സ്വാം ഓഫ് ബീസ് ആർ അറ്റാക്കിങ് അസ്, ചില കൂട്ടിയൊക്കെ അങ്ങോട്ട് എഴുതി, അവർ പ്രാർത്ഥിക്കട്ടെന്നും കണ്ട്. അവരുടെ ഡിസ്കഷൻ, ഹൗ ടു കിൽ ദീസ് ബീസ്, ഹൗ ടു എക്സ്പെൽ ദീസ് ബീസ്, അവരുടെ ഫോക്കസ് ഇവാഞ്ചലിസത്തിൽ നിന്ന് തേനീച്ചയിലേക്ക് ചെന്നു. വലിയ സങ്കടമായി. ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ കർത്താവെ. ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങവേ ഒരു സ്വപ്നത്തിൽ കർത്താവ് ജെയിംസ് മോറിസണിനോട് സംസാരിച്ചു. കർത്താവ് സ്വപ്നത്തിൽ ചോദിച്ചത് ഇതാണ്: ജെയിംസ് മോറിസൺ, നീ ദൈവവേലയ്ക്ക് ഇവിടെ വന്നതാ. ദീസ് ബീസ് ആർ ബസ്സിങ് ആൻഡ് ബൗൺസിങ് അറൗണ്ട്. പക്ഷെ ഇതിൽ എത്ര തേനീച്ച നിങ്ങളെ കുത്തിയിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് തേനീച്ച കുത്ത് ഏറ്റിട്ടുണ്ട്, നിനക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും? അപ്പോഴാണ് സമ്മതിച്ചത്. വി നെവർ ഗോട്ട് സ്റ്റങ് ബൈ എനി ബീ. ഒറ്റ തേനീച്ചയും ഞങ്ങളെ കുത്തിയിട്ടില്ല. വേദപുസ്തകം വായിച്ച് അല്ലെ പ്രാർത്ഥിച്ച് ഉറങ്ങുമ്പം എന്നും പറഞ്ഞ് കുറച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ സ്വപ്നത്തിൽ: ലെറ്റ് ഇറ്റ് ബി, BEE, സ്പെല്ലിങ് സഹിതം പറഞ്ഞത്രേ. അപ്പോൾ ഇംഗ്ലീഷ് ഇച്ചിരി കൂടുതൽ അറിയാവുന്ന ആരാണ്ടൊക്കെ പറഞ്ഞു, അത് നല്ലൊരു ഫ്രേസ് അല്ലല്ലോ, ലെറ്റ് ഇറ്റ് ബി. കർത്താവ് സംസാരിക്കുമ്പം, നമ്മൾ കർത്താവിനോട് സംസാരിക്കുമ്പം വ്യാകരണ വൈഭവവും വാക്കുകളുടെ വടിവൊന്നും പ്രശ്നമല്ല. വൺസ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓവർ, ലാംഗ്വേജ് ഈസ് എ വേസ്റ്റ്. കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ്: തേനീച്ച അവിടെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, നിങ്ങളെ ഞാൻ നിലനിർത്തും. ലെറ്റ് ഇറ്റ് ബി. കർത്താവ് അവർക്ക് കൃപ കൊടുത്തു ടു ഇഗ്നോർ ദീസ് ബീസ്. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനായിട്ട് ഗ്രാമവാസികൾ കുറച്ച് തേന്, ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് തേന് കൊണ്ടു കൊടുത്തു. അന്നേരമാണ് മധുരം രുചിച്ചപ്പോഴാണ് ഈ തേനീച്ചയുടെ കാര്യം അവർ പിന്നീട് ഓർത്തത്. വീട്ടിനകത്ത് ഒരു തേനീച്ച പോലും കാണാനില്ല. ആ പ്രശ്നം അവഗണിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായി. ഈ സംഭവം കോട്ട് ചെയ്ത് അനുഗ്രഹീത എഴുത്തുകാരനായ ചാൾസ് സ്വിൻഡോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ബിയൽസബാബ്, ബേൽസബൂബ് എന്ന് മലയാളത്തിൽ. പിശാചിൻ്റെ മറ്റൊരു പേരാണ് ലോർഡ് ഓഫ് ഫ്ലൈസ്, പറക്കുന്ന ചെറു പ്രാണികളുടെ കർത്താവ്. ചെറിയ പ്രാണികൾ, തേനീച്ച, അതിലും ചെറിയ പ്രാണികളും ആകട്ടെ, ചെറുതിനെ വലിയ അസ്വസ്ഥത, വലിയ പ്രശ്നമാക്കാൻ പിശാചിന് സാധിക്കും. ഒരു ഇഗ്നോറബിൾ ഹെൽത്ത് ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലൊക്കെ വന്ന ചെറിയൊരു ഡിഫറൻസ് ആകാം. അതൊക്കെ വലിയ കൺഫ്ലിക്റ്റും വലിയ ആങ്സൈറ്റിയും വലിയ ഡിപ്രഷനും ആക്കാൻ, വിഷാദഭാരമാക്കാൻ പിശാചിന് പ്രത്യേക തന്ത്രമുണ്ട്. ഇന്നലെ ധ്യാനിച്ചതുപോലെ ഡിസെപ്റ്റീവ് തോട്ട്സ് ആൻഡ് ഇമാജിനേഷൻസ്, വഞ്ചിക്കുന്ന ചിന്തകളും സങ്കല്പങ്ങളും കൊണ്ടുവന്ന് മെസ്സിങ് അപ്പ് യുവർ ഇമോഷൻസ്, മെസ്സിങ് അപ്പ് യുവർ ടൈം, മെസ്സിങ് അപ്പ് യുവർ കരിയർ, മെസ്സിങ് അപ്പ് യുവർ സ്ലീപ്പ്, മെസ്സിങ് അപ്പ് യുവർ പീസ് ഓഫ് മൈൻഡ്. നിങ്ങളുടെ വൈകാരിക മേഖലകളെ, സമയത്തെ, തൊഴിലിനെ, ഉറക്കത്തെ, സമാധാനത്തെ ഒക്കെ തകർക്കാനും ഒരു ബോണ്ടേജിലേക്ക്, ഒരു സ്ട്രോങ് ഹോൾഡിലേക്കൊക്കെ കൊണ്ടുവന്ന് ജീവിതത്തെ ദുരിതമാക്കാനും പിശാചിന് സാധിക്കും. ലെറ്റ് ഇറ്റ് ബി.
അവഗണിക്കേണ്ടതിനെ അവഗണിച്ച് യേശു ക്രിസ്തുവിനെ ഉറ്റുനോക്കി ജയാളികളാകുവാനാണ് ഇന്ന് പ്രഭാതത്തിലെ ധ്യാനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ വില്ലേജസിൽ, കേരളത്തിൽ നോക്കിയാലും സാക്ഷരത വലിയ കൂടുതലാണെന്നല്ലേ പറയുന്നത്. പാലമരത്തിൻ്റെ ചോട്ടിൽ ഒരു കുടിലും കെട്ടി ദക്ഷിണയും വാങ്ങി ചുവപ്പ് വസ്ത്രവും ധരിച്ച് ശരീരം മുഴുവനും രുദ്രാക്ഷവും ചാരവും ഭസ്മവും വാരി തേച്ച് ഈ ദുരാത്മാക്കളെ ഉപയോഗിച്ച്, ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കാനൊക്കെയില്ല, അനുഗ്രഹിക്കാനേ ഒക്കുള്ളൂ. എന്നാൽ ദുരാത്മാക്കളെ ഉപയോഗിച്ച് മനുഷ്യന് അസ്വസ്ഥത വരുത്തുവാൻ ക്ഷുദ്രവും ഒളിസേവയും ചെയ്യുന്ന എത്രയോ ഇടങ്ങളുണ്ട്. പഴയ നാണയം, പൂച്ചയുടെ മീശ, കുരുത്തോല അരിഞ്ഞത്, കൂവളത്തിൻ്റെ ഇല, തെച്ചിപ്പൂവ്, കരിങ്കോഴിയുടെ മുട്ട, ഇരുതല മൂരി പാമ്പ്, തകിട്, ഇതെല്ലാം വെച്ചുള്ള പരിപാടികളാണ്. മുറ്റത്തൊരു പഴയ 20 പൈസ കിടക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു തകിട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയവാ. ഫിയർ, ഫോൾസ് എക്സ്പെക്ടേഷൻ അപ്പിയറിങ് റിയൽ. ഏതോ അനർത്ഥം ഇതുവഴിയൊക്കെ എൻ്റെ ഭവനത്തിൽ വരുമെന്ന് അങ്ങ് ഭയത്തോടെ വിശ്വസിക്കുകയാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല യേശുക്രിസ്തുവിൻ്റെ നിഴലിൽ നീ പാർത്താൽ. ഒരു മന്ത്രവാദി തന്നെ വിശ്വാസത്തിലേക്ക് വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ആഭിചാരക്കെട്ട്, ഒരു സോഴ്സറിയുടെ ഒരു ബൗണ്ടേജ് ഒരു ഭവനത്തിൽ കൊണ്ടുവരാൻ ഒരുപക്ഷെ മന്ത്രവാദിക്ക് 2.5 ദിവസം അല്ലെങ്കിൽ 1000 പ്രാവശ്യത്തിലധികം ചാൻറ്റിങ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച ഒരാൾക്ക് ഹൃദയം തൊട്ട് ഒരു സ്തോത്രം പറഞ്ഞാൽ അവൻ 2.5 ദിവസം കൊണ്ട് കെട്ടിയത്, 1000 പ്രാവശ്യം പറഞ്ഞു കെട്ടിയത്, ഒരു സ്തോത്രം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അഴിച്ചു മാറ്റി സ്വാതന്ത്ര്യം നൽകുവാൻ യേശുക്രിസ്തുവിന് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് സാധിക്കും. ഹല്ലേലൂയ. പക്ഷേ ജാഗ്രത വേണം. ദ ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ് ആർ ആക്റ്റീവ്. ചില സെമിനാരികളിലൊക്കെ ഇങ്ങനെ പഠനം പെരുകി വരികയല്ലേ, ഡിനായിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെവിൾ. പിശാചില്ല എന്ന് പഠിപ്പിക്കാൻ, നരകമില്ല എന്ന് പഠിപ്പിക്കാനൊക്കെ ചിലർക്ക് വല്ലാത്ത സന്തോഷമാണ്. പിശാചിന് സന്തോഷമാണ് കേട്ടോ. പിശാചിന് ഏറ്റവും വലിയ സന്തോഷം അവനില്ല എന്ന് വേറെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നതാണ്. അവനും അവൻ്റെ ദുരാത്മദൂതന്മാരും ഇല്ല എന്ന് പറഞ്ഞു കേൾക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള സെമിനാരികളിൽ ശമ്പളം വാങ്ങിക്കാതെ പഠിപ്പിക്കാൻ വരെ പിശാചിനും ദുരാത്മാക്കൾക്കും വില്ലിങ്നെസ് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ ദൈവശാസ്ത്രമൊക്കെ പഠിപ്പിക്കാമല്ലോ. അറിയാതെ പോകരുത്. ദ ഇൻറ്റൻസിഫിക്കേഷൻ ആൻഡ് ആക്സിലറേഷൻ ഓഫ് ഈവിൾ ത്രൂ മീഡിയ. മ്ലേച്ഛതയുടെ തീവ്രതയും വേഗതയും വർദ്ധിച്ച ഒരു അന്ത്യകാലത്തിലാണ് ഞാനും നമ്മുടെ തലമുറകളും ജീവിക്കുന്നത് എന്നറിയുക. തനിക്ക് അല്പസമയമേ ഉള്ളൂ എന്ന് പിശാചിനറിയാം. They will know his time is short. The coming of Christ Jesus is drawing near. കർത്താവിൻ്റെ വരവ് സമീപിച്ചു എന്ന് പിശാചിനറിയാം. എന്നാൽ അതിന് മധ്യ ഒരു കാര്യം പറയട്ടെ. ഡെമണോളജി എന്ന വിഷയം നിങ്ങൾ ഒത്തിരിയൊന്നും പഠിക്കണ്ട. ജ്ഞാനിയായ പൗലോസ് ഒരു പ്രത്യേക ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട്. 2 Thessalonians chapter 2 verse 7. 2 തെസ്സലോനിക്കർ 2:7. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിൻ്റെ മർമ്മം. ആ ഒരു ഫ്രേസ് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഈ പിശാചിനെ കുറിച്ച് എല്ലാം നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത്, എന്തുകൊണ്ടാണ് വീണ അവന് മാപ്പ് കൊടുക്കാത്തത്, എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളുടെ സോപ്പ് പൊട്ടി പോലുള്ള തലച്ചോറ് കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇമ്മച്വർ ക്യൂരിയോസിറ്റി ടു ഡെമണിക് ആക്ടിവിറ്റീസ്, അപക്വമായ ഒരു കൗതുകം പിശാചിൻ്റെ പ്രവർത്തനങ്ങളോട് അടുത്തിയെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. വളരെ സോഴ്സറി, ദുർമന്ത്രവാദമുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടുത്തെ സർഗുജ, ദന്തേവാഡ ജില്ലകളിൽ പഴയ കാലത്തെ ആ ബസ്തർ മേഖലയാണ്. അവിടുത്തെ ഏറ്റവും, ഇന്നും ചില ഗ്രാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ ജോലി എന്ന് പറഞ്ഞാൽ വെഡ്ഡെ, ദുർമന്ത്രവാദം. 1960s ഒരു സ്കോട്ടിഷ് മിഷണറി ഡോക്ടർ, ഒരു ലേഡിയായിരുന്നു. അവർ അവിടെ സുവിശേഷ വേലക്കായിട്ട് വന്നതാണ്. എന്നാൽ അവർ ഇതിനെ, ഈ മന്ത്രവാദികൾ ചെയ്യുന്ന ദുർമന്ത്രവാദ ക്രിയകൾ, സോഴ്സറി, ചാൻറ്റിങ്, അവർ ഉരുവിടുന്നത്,
ഫ്ലോറിൽ തറയിൽ അവർ രംഗോളി പോലെ ചില ഡ്രോയിങ്സ് ഒക്കെ പൊടികൾ കൊണ്ട് സ്പൈസസ് കൊണ്ട് ചാരം കൊണ്ട് വരയ്ക്കുന്നത് ഇതിനോടൊക്കെ ഒരു കൗതുകം തോന്നി. അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ എഴുതി. ആ പേപ്പേഴ്സൊക്കെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ വലിയ കൗതുകമുണർത്തി. അവരോട് ഇനി അത് ഗവേഷണം ചെയ്യണമെന്നും ആന്ത്രോപോളജി ഇനിയും അതിൻ്റെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുവിശേഷ വേല വിട്ട് ഈ സ്ത്രീ ഇതിനോട് താല്പര്യം തോന്നി. അവരും ചാൻറ്റിങ്, അവരും കളം വരയ്ക്കലൊക്കെ തുടങ്ങി കേട്ടോ. ഒരു പ്രത്യേക ദിവസം വന്നപ്പോൾ അവരെ തന്നെ കയറുകൊണ്ട് കഴുത്തെ സ്ട്രാങ്കിൾ ചെയ്യുകയും മൂർച്ചയുള്ള ചില കത്തി പോലെ സാധനങ്ങളുടെ ശരീരം മുഴുവന് മീൻ വറക്കാൻ വരയുന്ന പോലെ വരയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി പൊസസ്ഡ് ആണ്. റെവറൻ ഡോക്ടർ FW ഗ്രീനെ പോലെയുള്ള മെഡിക്കൽ മിഷണറീസൊക്കെ ഈ പിശാചിനെ കാസ്റ്റ് ഔട്ട് ചെയ്തിട്ട്, പക്ഷേ പിന്നെ സുവിശേഷ വേലയിലേക്ക് ആ സ്ത്രീക്ക് മടങ്ങി വരാൻ സാധിച്ചില്ല കേട്ടോ. സ്ട്രാങ്കിൾ ചെയ്ത് കഴുത്തേലെ പ്രയാസങ്ങൾ, ശബ്ദം നഷ്ടപ്പെട്ടും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുമായിരുന്നു. പിശാചിൻ്റെ അടുത്ത് ചെന്ന് ഇൻ ഡെപ്ത് ഒരു സ്റ്റഡിയൊന്നും വേണ്ട, പക്ഷെ ജാഗ്രത വേണം. അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് വചനത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജയാളികളായി തീരണം. ഇന്ന് വഴിതെറ്റിക്കുന്ന എന്തൊക്കെ പരിപാടികളാണ്! പ്രാണിക് ഹീലിംഗ്, പിന്നെ ഹഠയോഗയുടെ കൂടിയ പരിപാടികൾ, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, പിന്നെ ഉള്ളിലെ ഊർജം ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി, സെർച്ചിങ് സ്ട്രേഞ്ച് എനർജീസ് വിത്ത് ഡ്രഗ്സ്, വിത്തൗട്ട് ഡ്രഗ്സ്, ഓജോ ബോർഡ്, ക്രിസ്റ്റൽ ഗേസിങ്, ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് പിശാചിൻ്റെ പിടിയിലേക്കാണ്, ഈവിൾ സ്ട്രോങ് ഹോൾസിലേക്കാണ് എന്നറിയുക. പിശാച് അവൻ വഞ്ചകനല്ലേ? He is a deceiver. He talks, he tempts, he lies, he performs counterfeit miracles, he oppresses, he afflicts, he destroys, he misquotes scriptures, he brings discord in churches, he inflicts injuries on human bodies, he spread false doctrines. ഇതെല്ലാം വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അവന് വഞ്ചകനാണ്, വാചകമടിച്ചു വീഴ്ത്തുന്നവനാണ്, വശീകരിക്കുന്നവനാണ്, കള്ളം പറയുന്നവനാണ്, വ്യാജ അത്ഭുതങ്ങളെ കാണിക്കുന്നവനാണ്, അടിച്ചമർത്തുന്നവനാണ്, ബാധയാകുന്നവനാണ്, നാശം വരുത്തുന്നവനാണ്, വചനവിരുദ്ധമായി തിരുവചനത്തെ വ്യാഖ്യാനിച്ച് വഴിതെറ്റിക്കുന്നവനാണ്, കൂട്ടങ്ങളിൽ ഭിന്നത വരുത്തുന്നവനാണ്, ശരീരത്തിന് കേടുപാട് വരുത്തുന്നവനാണ്, അവിശ്വാസം വർദ്ധിപ്പിക്കുന്നവനാണ്. അവനെ വചനം വിളിക്കുന്നത് അഡ്വേഴ്സറി, അക്യൂസർ, ബിട്രയർ, ഫോളൻ ഏഞ്ചൽ, ലയർ, ഫാദർ ഓഫ് ലൈസ്, പ്രതിയോഗി, അപവാദി, വഞ്ചിക്കുന്നവൻ, വീണുപോയ ദൂതൻ, കള്ളൻ, കള്ളങ്ങളുടെ അപ്പൻ. യേശുക്രിസ്തു അല്ലാതെ മറ്റാശ്രയങ്ങൾ ഉണ്ട് എങ്കിൽ, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു മധ്യസ്ഥനിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ രാജ്യത്തിൽ തന്നെയാണ്. കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, കിങ്ഡം ഓഫ് അൺറൈറ്റിയസ്നെസ്, കിങ്ഡം ഓഫ് ഹേറ്റ്രഡ്, കിങ്ഡം ഓഫ് സിൻ, കിങ്ഡം ഓഫ് ഡെത്ത്, കിങ്ഡം ഓഫ് ഈവിൾ. ഇരുട്ടിൻ്റെ രാജ്യം, അനീതിയുടെ രാജ്യം, വെറുപ്പിൻ്റെ രാജ്യം, പാപത്തിൻ്റെ രാജ്യം, മരണത്തിൻ്റെ രാജ്യം, തിന്മയുടെ രാജ്യം. അകപ്പെടരുത്. പിശാചു വഞ്ചകനാണ്. He gives promises and then deceive. He promises freedom, liberty and life. സ്വാതന്ത്ര്യം, മോചനം, ജീവിതം, ഇതൊക്കെയാണ് പറയുന്നത് തരാമെന്ന്. But he imparts slavery, sorrow and eternal death in hell. അടിമത്വം, വ്യസനം, നിത്യമരണത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു കപ്പൽ കഥ ഇങ്ങനെയാണ്. പണ്ടത്തെ കപ്പലിൽ ക്ലാസ്സുകൾ, വിവിധ ക്ലാസ്സുകളുണ്ടല്ലോ. ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, പ്രീമിയം ക്ലാസ്, ഡെക്ക് ക്ലാസ്, ഇതൊക്കെ കൂടിയതാണ്. താഴെയുള്ള ചില പൈസ കുറഞ്ഞ ഒരു ഫെയറുകളൊക്കെ ഉണ്ടല്ലോ, ബങ്ക് ക്ലാസ്, എക്കണോമി ക്ലാസ്. അപ്പോൾ ഈ താഴ്ന്ന ക്ലാസ്സിലുള്ള ആളുകൾക്ക് മുകളിൽ ഡെക്കിലും റെസ്റ്റോറൻറ്റിലും അതുപോലെ ബാറിലും സ്വിമ്മിംഗ് പൂളിലും ഒന്നും വരാനൊക്കത്തില്ല. നടുക്ക് അതൊക്കെ നോക്കാൻ നല്ല ആരോഗ്യമുള്ള ആളുകളുണ്ട്. ടിക്കറ്റ് ചോദിക്കും, എന്താ നിൻ്റെ ടിക്കറ്റ്? ഓ, ബങ്ക് ക്ലാസ്, താഴെ പോയിരിക്കുക, ആ കുറഞ്ഞ സ്ഥലത്ത് പോയിരിക്കുക. പക്ഷേ ഒരു കപ്പലിൽ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യുകയാണ്, ഇപ്പോൾ മുതൽ താഴെ ബങ്ക് ക്ലാസ്സിലുള്ളവർക്കും മേളിലോട്ടൊക്കെ വരാം, അവിടെയുള്ള ചെയറിലൊക്കെ ഇരിക്കാം, അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. അപ്പോൾ ആളുകൾ താഴെയുള്ളവർ മേളിൽ വന്നേച്ച് പറഞ്ഞു, എന്ത് നല്ല ക്യാപ്റ്റനായത്, എന്തോ ഒരു സ്വാതന്ത്ര്യമാണ്. ഇച്ചിരി കഴിഞ്ഞ് പുള്ളി പറയാ,
താഴെയുള്ള ക്ലാസ്സിലുള്ളവർക്ക് സൗജന്യമായി ബാറിലൊക്കെ കയറി അവിടെ ഇരിക്കുന്നൊക്കെ കുടിക്കാം. ഉമ്മർ ഓടിച്ചെന്ന് അവിടെയുള്ള കുപ്പിയെല്ലാം കഴുത്ത് ചവിട്ടി ഓടിച്ച് തലവടി ഒഴിച്ചിട്ട് പറഞ്ഞു, അയ്യോ എന്തൊരു സ്വാതന്ത്ര്യമാണ്. നല്ല ക്യാപ്റ്റൻ. ഇച്ചിരി കഴിഞ്ഞ ഒരു അനൗൺസ്മെന്റ്, ഒരു 10 മിനിറ്റിനകം ഈ കപ്പൽ മുഴുവൻ ഈ കടലിന്റെ നടുക്ക് മുങ്ങാൻ പോവുക. ദ ഷിപ്പ് ഈസ് ഗോയിങ് ടു സിങ്ക്. അതാണ് പിശാചി തരുന്ന സ്വാതന്ത്ര്യം. ദ വേർഡ് ലൂസിഫർ മീൻസ് വൺ ഹൂ ഷൈൻസ്. ലൈറ്റ് ബെയറർ, പ്രകാശം വഹിക്കുന്നവൻ, തിളങ്ങുന്നവൻ എന്നൊക്കെയാണ്. ഇത് എന്ത് ലൈറ്റാണ്? ഇറ്റ് ഈസ് ഡിസെപ്റ്റീവ് ലൈറ്റ്. ഡെറിക് പ്രിൻസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, പഴയ കാലങ്ങളിൽ ടു കിൽ മോത്ത്സ്, ബട്ടർഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സ് ആളുകൾ ഉപയോഗിച്ച രീതിയുണ്ട്. കീടങ്ങളെയും പറക്കുന്ന പ്രാണികളെയും കൊല്ലാൻ വിളക്ക് കത്തിച്ചു വെക്കും, പക്ഷെ അതിന് ചുറ്റും കൊല്ലുന്ന തീക്കനലായിരിക്കും, റെഡ് ചാർക്കോൾ ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളമായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ലൈറ്റ്, ഡിസെപ്റ്റീവ് ലൈറ്റ്. നിങ്ങൾ യേശു കർത്താവല്ലാതെ മറ്റ് ഒരു ആശ്രയം, മറ്റൊരിടത്ത് പോയി ബൗവിങ് ഡൗൺ വർഷിപ്പിംഗ്, അതൊരു ഡിസെപ്റ്റീവ് ലൈറ്റാണ്. തെറ്റായ ഇടങ്ങളിൽ നമസ്കരിക്കരുത്, കുമ്പിട്ട് ആരാധിക്കരുത്. യേശു ക്രിസ്തു മാത്രം സത്യദൈവം, ഏകമധ്യസ്ഥൻ, ഏകരക്ഷാമാർഗം. ഗദരദേശത്തെ ഭൂതബാധിതനെ ഒന്ന് നോക്കിയ, ദ മാൻ അറ്റ് ഗാഡറീൻസ്, possessed by numerous demons. അവന്റെ അവസ്ഥയൊന്ന് നോക്കിയേ. ഹി വാസ് നേക്കഡ്, ഹി വാസ് വയലന്റ് ആൻഡ് ഹി വാസ് സൂയിസൈഡൽ, ഹി വാസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ്. വസ്ത്രം ധരിക്കാതെ അക്രമകാരിയായി സ്വയം നശിപ്പിക്കുന്നവനായിരുന്നു. അവൻ്റെ ഉള്ളിലെ ദുരാത്മാക്കൾ ഇറങ്ങിപ്പോകാൻ ചൂസ് ചെയ്ത് പിഗ്സ്, പന്നികളിലേക്കാണ്. പന്നി ഒരു അൺക്ലീൻ, വൃത്തിഹീനമായ ഒരു ജന്തുവല്ലേ. ഇന്നത്തെ മീഡിയ നോക്ക്, ഹോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ്, മോളിവുഡ് ഒക്കെ ഒന്ന് നോക്ക്. അവിടെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാ? ഇത് തന്നെയാണ്. നഗ്നത, കലാപം, നാശം, മ്ലേച്ഛത, ന്യൂഡിറ്റി, വയലൻസ്, ഡിസ്ട്രക്ഷൻ, ഈവിൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യാണ്. വിനോദം ബാധിച്ചിരിക്കുന്നു ദുരാത്മാവിനാൽ. എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 27, 4:27, പിശാചിന് ഇടം കൊടുക്കരുത്. നെവർ ഗിവ് ഡെവിൾ എ ഫുട് ഹോൾഡ്. ഹൗ ടു ബി അലർട്ട്? ഒന്ന്, ബി ഷുവർ ദാറ്റ് യു ആർ ട്രൂലി അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. വാസ്തവമായി യേശു ക്രിസ്തുവിൻ്റെ ഭരണകർത്തൃത്വത്തിന് കീഴിൽ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ആലയമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇഫ് ഹി ഓൺസ് യു, ഹി വിൽ പ്രൊട്ടക്റ്റ് യു. 2, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, സംഭാഷണങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമം ഉപയോഗിക്കുക. ഈ ഛത്തീസ്ഗഡിലും അതുപോലെ ഒറീസയിലും, ബൗദ്ധ് ഡിസ്ട്രിക്ട്, ഗജ്പതി ഡിസ്ട്രിക്ട്, കണ്ടമാൽ ഡിസ്ട്രിക്റ്റുകൾ, ഇത്ര ദുർമന്ത്രവാദവും ഒക്കെയുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് അധിക വിശ്വാസികൾ കടന്നു വന്നത്? സ്വന്തം ഭാഷയിൽ തിരുവചനമില്ലാത്ത ഗോത്രങ്ങളുടെ മധ്യേ യേശുക്രിസ്തു വഴിത്തിരിവുകൾ അനുവദിക്കും. പെട്ടെന്ന് ഈശാ മസിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ വിട്ടുപോവുകയാണ്. ആദിവാസികളുടെ ഇടയിൽ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രോഗം മാറ്റാൻ ആണി അടിച്ച പലകയിലാണ് ദുർമന്ത്രവാദി ഇരിക്കുന്നത്. പിന്നെ ഓരോ ഗോത്രങ്ങളിലും ഓരോ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വളരെ ക്രൂരമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ രോഗിയുടെ മൂക്കിനകത്തോട്ട് ഈ ഒരു തിരി, കോട്ടൺ വിക്ക്, അത് എണ്ണയെ മുക്കി വെച്ച് കത്തിച്ചേച്ച് മൂക്കിനകത്തോടെ കയറ്റി വിടുക. വായെല്ലാം പൊള്ളിപ്പോവും. ക്രൂരമാണ് ചികിത്സാ രീതികൾ. ഇതിന് മധ്യയാണ് പ്രഭു ഈശാ മസിയുടെ നാമത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കർത്താവ് സൗഖ്യം കൊടുത്ത് അനേകരെ ഈ കൃപയിലേക്ക് ആകർഷിക്കുന്നത്. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 17, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദേ വിൽ കാസ്റ്റ് ഔട്ട് ഡീമൺസ്. അത് നമുക്ക് നൽകിയിട്ടുള്ള അധികാരമായി. യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്കണം. എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തണം. 3, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമോഷണൽ എക്സ്റ്റസി, എൻ്റെ ശരീരത്തിൽ തണുപ്പ്, ചൂട്, വിറയൽ എന്നത് അല്ല. അത് റെയ്നാൾഡ് ബ്രോങ്കെ പറഞ്ഞൊരു ശൈലി ഞാൻ കടമെടുക്കുക. നമ്മൾ യേശു കർത്താവിനെ സ്വീകരിക്കുന്നത് വിശ്വാസത്താലല്ലേ. വി റിസീവ് ജീസസ് ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്. അതുപോലെ തന്നെ റിസീവ് ഹോളി സ്പിരിറ്റ് ബൈ ഫെയ്ത്ത്. അദ്ദേഹം പറയുക, നിങ്ങൾ രാവിലെ എഴുന്നേറ്റും നിങ്ങളുടെ യാത്രകളിലും ഒക്കെ പറയണം, ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇത് വിശ്വാസത്താൽ പറയുക.
വിശുദ്ധിയുടെ ആത്മാവിനാൽ ഞാനിതാ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ വിശുദ്ധിയുടെ ആത്മാവിൻ്റെ നിറവുണ്ട്. ഇത് വാസ്തവമായിട്ട് പറഞ്ഞാൽ പിന്നെ അശുദ്ധിയുടെ ഒരു സംസാരം, അശുദ്ധിയുടെ ഒരു തീരുമാനം, അശുദ്ധിയുടെ ഒരു ശീലം നിങ്ങൾ ചെയ്യല. യു വിൽ ബി ഫിൽഡ് വിത്ത് ജോയ്, പീസ് ആൻഡ് ലവ് ആൻഡ് യു വിൽ പവർഫുള്ളി വിറ്റ്നസ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ, വിശുദ്ധിയുടെ ആത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ, ആത്മാർത്ഥമായി, ദാഹത്തോടെ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണ്, ഹല്ലേലൂയ, എന്ന് വിശ്വസിച്ചിതാ പ്രതിഷ്ഠിക്കുന്നു. ഹല്ലേലൂയ. അന്ത്യകാലത്ത് പിശാചിന്റെ പ്രധാന ഒരു ആയുധമാണ് സെക്സ് ഡ്രൈവ്, ഇമ്മൊറാലിറ്റി വേരിയൻസ്, മ്ലേച്ഛതയുടെ വിഭവങ്ങൾ. സൈബർ മേഖലയിൽ അതിൻ്റെ മെനു നിരത്തി വച്ചിരിക്കുക. ബിവെയർ, ഓണർ, മെഡിറ്റേറ്റ് ആൻഡ് മെമ്മറൈസ് ദ വേർഡ് ഓഫ് ഗാഡ്. തിരുവചനം മാനിക്കണം, ധ്യാനിക്കണം, ഓർമ്മിക്കണം. അതിന് ഗണ്യമായൊരു സമയം നീക്കിവെക്കുമ്പോൾ ആമേൻ, ഈ ദൈവശബ്ദം നിന്റെ ഉള്ളിൽ ധ്യാനത്തിൽ നിറയുന്ന ദൈവശബ്ദം നിനക്കൊരു ഇമ്മ്യൂണിറ്റി തരും, ഒരു പ്രതിരോധ ശക്തി നൽകും, തിന്മയെയും മ്ലേച്ഛതയെയും വിട്ടുമാറി നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. Satan may use your worries, anxieties, bitterness and tensions. നിങ്ങളുടെ ആകുലതകൾ, ചിന്താഭാരങ്ങൾ, കയ്പ്, പിരിമുറുക്കം ഒക്കെ ആ സമയത്തൊക്കെ നിങ്ങളെ ഞെരുക്കുവാനും ശോധന ചെയ്യാനും ടെംപ്റ്റ് ചെയ്യാനും ഒക്കെ വരും. തിരുവചനം, be filled with the word of God. ഐസയ 41 verse 10, യെശയ്യാവ് 41:10. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. Fear not, I am with you. Do not be afraid, for I am your God. I will strengthen you. I will help you. I will uphold you with my righteous right hand. Praise the Lord. ചില സില്ലി മാറ്റേഴ്സ്, ചില ചെറിയ ഹെൽത്ത് കൺസേൺസ്, ചെറിയ തെറ്റിദ്ധാരണകൾ, ലെറ്റ് ഇറ്റ് ബി. അതൊക്കെ അവിടെ ഇരുന്നോട്ട്. കർത്താവ് നിനക്കായി ഉണ്ടല്ലോ. നിന്റെ ശരീരം അവൻ്റെ ആലയമല്ലേ. ഹി ഓൺസ് യു. അവൻ നിന്റെ ഭരണകർത്താവല്ലേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ട്. നല്ല കർത്താവേ, ഈ പരീക്ഷണങ്ങളുള്ള, ശോധനകളുള്ള, ചലഞ്ചസ് ഉള്ള ആമേൻ ഈ കാലത്ത് ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും പ്രിയപ്പെട്ടവരും അന്ധകാരത്തിനെതിരെ വെളിച്ചവുമായി ശക്തിയോടെ ജയാളികളായി നിൽപ്പാൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, ഞങ്ങളുടെ വഴികൾക്ക് തടസ്സമായി നിൽക്കുന്ന, ഞങ്ങളുടെ തലമുറകളെ ഞെരുക്കുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങൾക്കുമേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം അവകാശപ്പെട്ട് ആമേൻ ഞങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനും മഹത്വം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ, ഞങ്ങളുടെ സൗഖ്യദായകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.